വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ 117 സീറ്റുകളുള്ള പഞ്ചാബ് നിയമസഭയിലെ 93 സീറ്റുകളും നേടിയാണ് പഞ്ചാബ് AAP ഭരിക്കുന്നത്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് 16 സീറ്റുകളാണുള്ളത്. മറ്റു പാർട്ടികളായ ശിരോമണി അകാലിദൾ 3 സീറ്റും BJP 2 സീറ്റും BSP 1 സീറ്റും ഒരു സ്വതന്ത്രരുമാണ് നിലവിൽ പഞ്ചാബ് നിയമസഭയിലുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. പഞ്ചാബിലെ ആദ്യത്തെ ജില്ല സംഗ്രൂറാണ്. സംഗ്രൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 4 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. ശിരോമണി അകാലിദളിനോ BJPക്കോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല കപൂർത്തലയാണ്. കപൂർത്തലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല മൊഹാലിയാണ്. മൊഹാലി ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല രൂപ്നഗറാണ്. രൂപ്നഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല താൺതരനാണ്. താൺതരനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. BJPക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല നവാൻഷഹറാണ്. നവാൻഷഹറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല മോഗയാണ്. മോഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ജലന്ധറാണ്. ജലന്ധറിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ഫിറോസ്പൂരാണ്. ഫിറോസ്പൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ഹോഷിയാർപൂരാണ്. ഹോഷിയാർപൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. ശിരോമണി അകാലിദളിനോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ശ്രീമുക്തർ സാഹിബാണ്. ശ്രീമുക്തർ സാഹിബിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ഫാസിൽക്കയാണ്. ഫാസിൽക്കയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല അമൃത്സറാണ്. അമൃത്സറിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 6 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ഫരീദ്കോട്ടാണ്. ഫരീദ്കോട്ടിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ബാതിൻഡയാണ്. ബാതിൻഡയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 3 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. BJPക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല മൻസയാണ്. മൻസയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല പട്യാലയാണ്. പട്യാല ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ AAPയും 1 സീറ്റ് BJPയും
ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. പഞ്ചാബിലെ അടുത്ത ജില്ല ബർണാലയാണ്. ബർണാലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് AAPയും നേടാനാണ് സാധ്യത. പഞ്ചാബിലെ അടുത്ത ജില്ല പഠാൻകോട്ടാണ്. പഠാൻകോട്ടിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് BJPയും നേടാനാണ് സാധ്യത. AAPക്കോ ശിരോമണി അകാലിദളിനോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ലുധിയാനയാണ്. ലുധിയാനയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസും 8 സീറ്റുകൾ വരെ AAPയും ഒരു സീറ്റ് BJPയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. പഞ്ചാബിലെ അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ്. ഗുരുദാസ്പൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് BJPയും നേടാനാണ് സാധ്യത. AAPക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ഫത്തേഗഡ് സാഹിബാണ്. ഫത്തേഗഡ് സാഹിബിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ കോൺഗ്രസും ഒരു സീറ്റ് AAPയും നേടാനാണ് സാധ്യത. BJPക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. പഞ്ചാബിലെ അടുത്ത ജില്ല ശ്രീമുക്തർ സാഹിബാണ്. ശ്രീമുക്തർ സാഹിബിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ കോൺഗ്രസും ഒരു സീറ്റ് AAPയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത. പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള 117 സീറ്റുകളിൽ 57 സീറ്റുകൾ വരെ കോൺഗ്രസും 47 സീറ്റുകൾ വരെ AAPയും 5 സീറ്റുകൾ വരെ BJPയും 8 സീറ്റുകൾ വരെ ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത.